റേഷൻ കട വരെ പോവാന്ന് വിചാരിച്ചിറങ്ങിയത്. അപ്പോൾ എന്തോന്ന് പറയാനടി, ഞാൻ നാണ്ട് 2 ദിവസമായിട്ട് ആ പിള്ളേർക്ക് ചൊറിയണത്തിൻ്റെ ഇലയും പയറിൻ്റെ ഇലയൊക്കെ പറിച്ച് തോരൻ വെച്ചൊക്കെയാണ് കൊടുക്കുന്നത്. റേഷൻ കടയിൽ പോയി നോക്കാമെന്ന് വിചാരിച്ച് 2 രൂപയുടെ അരി കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് കുടുംബശ്രീ നീട്ടിയ 3-4 കോഴയുണ്ടല്ലോ അതിന് തിരിച്ച് കണ്ടിച്ചെടുത്തിട്ട് ഒരു ബിരിയാണിയാണ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. കൊല്ലാനൊന്നും പോണേന്നില്ല, അല്ല കൊന്നു കഴിഞ്ഞാൽ ഇതാകുമ്പോൾ ഇത്തിരി കണ്ടിച്ചെടുത്തിട്ട് മരുന്നിട്ട് കൊടുത്താൽ മതി, അല്ലാതെ ഉണങ്ങിക്കോളുമല്ലോ. അങ്ങനെ ഞാനും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ അകത്തെ ബുദ്ധിമുട്ട്. പാർട്ടിയോ ബെസ്റ്റ്, വണ്ടി വാങ്ങിയ കഥയൊന്നും പറയണ്ട. അവിടെ ചെന്ന് മാസാമാസം പൈസ കൊടുക്കുന്ന കണക്കാണ് എടുത്തത്. അതാണെങ്കിലോ നല്ല വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ വലിയ പൈസ. അതൊക്കെ ഓട്ട വീണ വണ്ടിയുണ്ടല്ലോ, മോളിപ്പോൾ പിള്ളേർ തലയൊക്കെ വെളിയിലിട്ടിട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഒരെണ്ണം എടുത്തത്. അതാകുമ്പോൾ പിന്നെ അധികം പൈസയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ഇതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ല മടലാ തേങ്ങയില്ല ഒന്നും വീഴും, നല്ലോണം പേടിച്ചിട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ കയ്യിലെല്ലാം ഉണ്ടെങ്കിലല്ലേ നല്ല മുകളൊക്കെ ഉള്ളത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വല്ല അത്യാവശ്യം വല്ല മഴയൊക്കെ ആണെങ്കിൽ ടാർപ്പ് വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പെയിൻറ്റ് എന്നതാ കുറേയൊക്കെ നമ്മൾ തന്നെ ചുരണ്ടി ഇളക്കി വില കുറച്ച് കിട്ടാൻ വേണ്ടി. എന്തെന്നാ ഡിസ്ക്രിപ്ഷനില്ല ഡിസ്പ്ലേയില്ല എന്തിനൊക്കെ പറയൂലേ, അങ്ങനെ കിട്ടിയ വണ്ടിയാണ്. പിന്നെ എന്തോ ചെയ്യുന്ന വയസ്സായ തള്ളയൊക്കെ ഉള്ളതല്ലേ, അവരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലൊക്കെ പോവേണ്ടതല്ലേ, അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ വീടിൻ്റെ കാര്യം പിന്നെ അതിനപ്പുറമാണ്. ആളുകൾ പറയും ഭയങ്കര പൂത്ത കാശ് മറ്റതാണ് മറിച്ച്. നോക്കുക, വീട് പൂശിയിട്ടില്ല ഇതുവരെ, ആ സൈഡ് ജന്നൽ പോലും വെച്ചിട്ടില്ല. പൈസ ഉണ്ടെങ്കിൽ ഒരു ജന്നലെങ്കിലും വെക്കൂലായിരുന്നു, അതുപോലും ചെയ്തിട്ടില്ല. ആ കൊള്ളാലോ. അത് അവളുടെ കുറേ പൊട്ടിയ വളയും മാലയില്ലൊക്കെ കിടന്നു. ഇതിപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയില്ല. അപ്പം ഞാൻ വെച്ച് എന്തിനാ വെറുതെ പാവി കളയുന്നതെന്നുള്ളതുകൊണ്ട് ഇന്നലെ കൊണ്ടുപോയിട്ടത് വാങ്ങിച്ചത്. എന്നാൽ പിന്നെ ഞങ്ങളുടെ ചെല്ലട്ടെ, കട അടയ്ക്കുന്നതിന് ഇപ്പോൾ പോയിട്ട് വരട്ടെ. ശരിയുണ്ട്.